ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഭൂമിയിൽ ഒരു തരം മീന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതിന്റെ പേരാണ് പിരാന. പിരാനയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യനെന്നില്ല, ജീവികളെന്നില്ല, പച്ചക്ക് കടിച്ച് വലിച്ച് തിന്നുകളയും. എന്നാൽ ഇന്നത്തെ കാലത്ത് പിരാന ഇല്ല. അവ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. ഒരു ദിവസം ഒരു പ്രദേശത്ത് ഒരു ഭൂകമ്പം നടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന നദിയുടെ അടിഭാഗത്ത് ചെറിയൊരു പിളർപ്പ് വന്നു. എന്നാൽ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുകയായിരുന്നു. അതായത് ഈ നദിയുടെ അടിയിലായിട്ട് മറ്റൊരു നദി ഉണ്ടായിരുന്നു. പാതാളത്തിലെ ആ നദിയില് നമ്മൾ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നശിച്ചു പോയി എന്ന് കരുതിയ പിരാനകൾ, അവറ്റകൾ ഉണ്ടായിരുന്നു. അവ ആ വിടവിലൂടെ പുറത്തേക്ക് വരികയാണ്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും അവിടെ വന്ന വിനോദസഞ്ചാരികളോ നാട്ടുകാരോ അറിയുന്നില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? അപ്പൊ ഈ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക. സോ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ നദിയിൽ ഒരു അപ്പൂപ്പൻ മീൻ പിടിച്ചുകൊണ്ട് കേട്ടോ. അങ്ങനെ ആളൊന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് അത്. അപ്പൂപ്പൻ ഒഴിവ് ദിവസം ഒന്ന് എന്റർടൈൻ ചെയ്യാൻ വന്നതാണ്. ഇവിടുന്ന് കുറെ മീനൊക്കെ പിടിച്ച് പോകുള്ളൂ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പൂപ്പൻ. ഈ സമയത്താണ് ആ ഒരു നദി ഉണ്ടല്ലോ, അതിന്റെ അടിഭാഗത്ത് നിന്ന് ചില ശബ്ദങ്ങള്, ഇളക്കങ്ങളൊക്കെ ഈ അപ്പൂപ്പന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അപ്പൂപ്പനെ അറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന്. ശരിക്കും ആ നദിയുടെ അടിഭാഗത്തായിട്ട് ചെറിയൊരു ഭൂകമ്പം നടന്നിട്ടുണ്ട്. ഭൂമി ചെറുതായിട്ടൊന്ന് പിളർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഹോള് പെട്ടെന്ന് വന്നാൽ പിന്നെ മേലെന്താ സംഭവിക്കുക? വെള്ളത്തിന്റെ ഒരു ചുഴി ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അപ്പൂപ്പൻ നിൽക്കുന്ന ഭാഗത്തുള്ള വെള്ളമൊക്കെ വലിയൊരു ചുഴി പോലെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൂപ്പൻ നല്ല ഭയന്നിട്ടുണ്ട്. ഈ സമയത്താണ് വെള്ളത്തിന്റെ അടിയിൽ, അതായത് ആ ഭൂമി രണ്ടായിട്ട് പിളർന്നിട്ടില്ലേ, അതിന്റെ ഉള്ളിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള മീനുകൾ പുറത്തേക്ക് വരികയാണ്. നരഭോജികളായ പിരാനകളായിരുന്നു അത്. ആ ഒരു ചുഴിയിൽ പെട്ടിട്ട് അപ്പൂപ്പന്റെ ബോട്ട് താഴേക്ക് മറിയാണ്. ആ വെള്ളത്തിലേക്ക് ഇപ്പൊ അപ്പൂപ്പൻ വീഴുകയാണ്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, ആ പിരാനകൾ മുഴുവൻ വന്നിട്ട് ഈ മനുഷ്യനെ അങ്ങ് കൊത്തി കൊത്തി തിന്നുകയാണ്. നദിയുടെ ആ ഭാഗത്തിന്റെ കളർ തന്നെ അങ്ങോട്ട് മാറിപ്പോയി, ചുവന്ന നിറത്തിലാവുകയാണ്. അവസാനം വെള്ളത്തിന്റെ മുകളിലേക്ക് ഒരു കൈ ഇങ്ങനെ പൊന്തി വരുന്നത് ആ അപ്പൂപ്പന്റെ തന്നെയായിരുന്നു. അതിൽ ഇറച്ചിയില്ലായിരുന്നു, വെറും എല്ലുകൾ മാത്രമായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ആ കൈകളും താന്നുപോയി. പിന്നീട് കാണിക്കുന്നത് ആ പ്രദേശത്തിലെ ഒരു നദിയാണ്, ലേക്ക് വിക്ടോറിയ എന്നാണ്. അപ്പോ ഒരു ഒഴിവ് ദിവസത്തില് അവർ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ടൈമാണത്. അങ്ങോട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ആ നദിയിൽ കിടന്ന് അർമാദിക്കുകയാണ്. എന്തോ വലിയൊരു പാർട്ടി പോലെയാണ്. അപ്പൊ റേഡിയോയിലൂടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലേക്ക് വിക്ടോറിയയിൽ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നദിയുടെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. അത് അന്വേഷിക്കാനായിട്ട് കുറച്ച് സയന്റിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ടൗണിന്റെ മറ്റൊരു ഭാഗത്തുകൂടെ നമ്മുടെ കഥയുടെ ഹീറോ ആയിട്ടുള്ള ജെയ്ക്ക് ഇങ്ങനെ വരികയാണ്. അവനൊരു സൈക്കിളിൽ എങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ഒരു പാർട്ടി നടക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് അവന്റെ ഗേൾ ഫ്രണ്ടിനെ അവിടെ കാണാനുണ്ട്. അവള് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാ പാർട്ടിക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഗേൾ ഫ്രണ്ടിന്റെ പേര് കെല്ലി എന്നാട്ടോ. അവന് കെല്ലിയോട് ഇഷ്ടമാണെങ്കിലും ഇതുവരെയായിട്ടും അത് തുറന്നു പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്റെ അനിയത്തിയെ കൂട്ടണം, അവള് മ്യൂസിക് ക്ലാസ്സിന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജെയ്ക്ക് അവിടുന്ന് വേഗം പോവാണ്. ജെയ്ക്ക് പിന്നെയും മുന്നോട്ട് പോകുമ്പോ അവിടെ ഒരു പോലീസുകാരി, ഒരു ലേഡി പോലീസുകാരി ഒരു പയ്യൻ എന്തോ തെമ്മാടിത്തരം കാണിച്ചപ്പോ നല്ല കണക്കിനും കൊടുക്കുന്നുണ്ട്. ആ ലേഡി പോലീസ് മറ്റാരുമല്ല, ഈ ജെയ്ക്കിന്റെ അമ്മ തന്നെയാണ്, ജൂലി. അപ്പൊ ഈ പ്രദേശത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓഫീസർ തന്നെയാണ് ജൂലി. ജെയ്ക്ക് ഇപ്പോ അനിയത്തിയുടെ ക്ലാസ്സിലേക്ക്, ആ മ്യൂസിക് ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അനിയത്തി ചെറിയൊരു പെൺകുട്ടിയാണ്. അവിടെ ഒരു പെൺകുട്ടി എടുത്ത് ഈ അനിയത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ ജെയ്ക്കിന്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു. അവളുടെ പേരാണ് ഡാനി. അപ്പൊ അവിടെ എത്തിയിട്ട് ഇവർ മൂന്നുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ക്യാമറ എല്ലാം പിടിച്ചിട്ട് മറ്റൊരാൾ വരികയാണ്. ഒരു ചെറിയ ഡയറക്ടർ, ഷോർട്ട് ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആളാണ്. ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൽട്ട് ഷോർട്ട് ഫിലിം. അങ്ങോട്ടേക്ക് വന്ന ഡെറിക് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഡാനിയുടെ അടുത്തും ജെയ്ക്കിന്റെ അടുത്തും സംസാരിക്കുകയാണ്. അതായത് ഈ ഡെറിക്കിന്റെ ഒരു മോഡലാണ് ഇന്ന് ഡാനി. ഇപ്പൊ ഈ സ്ഥലത്തുള്ള ആളായത് കൊണ്ട് തന്നെ ജെയ്ക്കിന്റെ അടുത്ത് ഈ ഡെറിക്ക് ചോദിക്കുകയാണ്, എനിക്ക് നല്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല ലൊക്കേഷൻ നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ, എന്റെ കൂടെ നിനക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ കണ്ണും പൂട്ടി ജെയ്ക്ക് അതിന് സമ്മതിക്കുകയാണ്. പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ അത്യാവശ്യം എന്റർടൈൻ ചെയ്യാലോ. ഇപ്പൊ അനിയത്തിയും കൂട്ടിയിട്ട് ജെയ്ക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഡെറിക്ക് അവന്റെ മോഡലായിട്ടുള്ള ഡാനിയും കൂട്ടിയിട്ട് മറ്റൊരു ലൊക്കേഷനിലും പോയി. ഇതേ സമയത്ത് ആ ലേക്ക് വിക്ടോറിയയുടെ മറ്റൊരു ഭാഗത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഭൂമി പിളർന്നില്ലേ, അതിന്റെ ഉള്ളിൽ നിന്ന് പിരാനകൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ നദിയിൽ ആകെ അങ്ങ് പരക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ജെയ്ക്കിന്റെ വീട്ടിൽ കാണിക്കുകയാണ്. അവന്റെ അമ്മ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയാണ്. അതായത് ജെയ്ക്കിന് ഒരു അനിയനും ഒരു അനിയത്തിയുണ്ട്. അപ്പൊ നാളെ ഒരു ദിവസം മുഴുവനായിട്ട് അവരെ നോക്കണമെന്നപ്പോ ഈ ജെയ്ക്കിന്റെ അടുത്ത് അമ്മ പറയുകയാണ്. കാരണം നാളെ കുറച്ച് സയന്റിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവരുടെ കൂടെ പോകണം, കുറച്ച് ഡ്യൂട്ടി അധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രണ്ട് കുട്ടികളെ നോക്കാൻ പറയാണ്. ജെയ്ക്ക് അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. ജെയ്ക്കിന്റെ അമ്മ, ആ പോലീസുകാരി ജൂലി, ഇപ്പോൾ നൈറ്റ് പെട്രോളിങ്ങിന് പോവാണ്. അവളുടെ കൂടെ തന്നെ ഒരു കോൺസ്റ്റബിളും ഉണ്ട്. അപ്പൊ അവർ നൈറ്റ് പെട്രോളിങ്ങിൽ ഇറങ്ങിയത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 ദിവസം മുന്നേ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ, അതായത് കഥയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു അപ്പൂപ്പനെ കണ്ടില്ല, അയാൾ കാണാതായിട്ടുണ്ട്. അയാൾ തിരിഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പൊ നദിയുടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അപ്പൂപ്പന്റെ ബോട്ട് ഇപ്പോ ജൂലിയും ആ കോൺസ്റ്റബിളും കാണുകയാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി ചിലപ്പോൾ ഇവിടെ എങ്ങാനും കുടുങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പൊ അവർ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തപ്പി നോക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ജൂലി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയ അതേ സമയം തന്നെ കുറെ പിരാനകൾ ജൂലിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ കുറച്ചുപേരൊന്നും പരിശോധിച്ചിട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ജൂലി പെട്ടെന്ന് കരയിലേക്ക്
കയറാൻ നിൽക്കുമ്പോൾ ഒരു ബോഡി ജൂലിയുടെ കയ്യിൽ തട്ടാണ്. ഞെട്ടിപ്പോയി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ആ അപ്പൂപ്പന്റെ ശവശരീരമായിരുന്നു. പെട്ടെന്ന് തന്നെ കോൺസ്റ്റബിളും ജോലിയും അതിനെ കരയിലേക്ക് വലിച്ചു കയറ്റി. അവർക്ക് അതിന്റെ എല്ല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ശരീരത്തിന്റെ പല ഭാഗത്തും ഇറച്ചിയില്ലായിരുന്നു. അവരിങ്ങനെ വിചാരിക്കുകയാണ് എന്താണ് ഇത് സംഭവിച്ചത്, വല്ല ആക്സിഡന്റ് ആയതാണോ? ഇപ്പൊ ലേഡി പോലീസുകാരായിട്ടുള്ള ജോലി ചോദിക്കുകയാണ് എന്തായാലും നമുക്ക് ലേക്ക് ഒരു 2-3 ദിവസത്തേക്ക് അടച്ചിട്ടാലോ? കോൺസ്റ്റബിൾ പറയാണ് അത് പറ്റില്ല, കാരണം നമ്മുടെ ഈ ഒരു ഗ്രാമത്തിലെ വരുമാനം എന്ന് പറയുന്നത് തന്നെ ആ ഒരു ടൂറിസ്റ്റുകളാണ്, അതുകൊണ്ട് അത് പൂട്ടിയിടാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു കാര്യം മുകളിൽ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഒരു മൃതദേഹമായിട്ട് അവർ പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ആ നദിയുടെ മറ്റൊരു ഭാഗത്തു നിന്ന് തന്നെ കുറച്ച് യുവാക്കള് എന്താ പറയാ ഡൈവ് ചെയ്യുന്നുണ്ട് ആ നദിയിലേക്ക്. അതിൽ തന്നെ ഡൈവ് ചെയ്ത ഒരു യുവാവ് അതിലേക്ക് ചാടിയിട്ട് പിന്നെ തിരിച്ചു പൊങ്ങിയിട്ടില്ല. മാത്രമല്ല അവൻ ചാടി കുറച്ച് നിമിഷത്തിനകം ആ സ്ഥലത്ത് ആകെ ഒരു രക്തക്കറ എന്നെ പരക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാലോ. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ജയിക്കിന്റെ അടുത്ത് അനിയത്തിയും അനിയനെയും നോക്കണം എന്ന് ഏൽപ്പിച്ചിട്ടാണല്ലോ അവന്റെ അമ്മ പോയിട്ടുള്ളത്. അപ്പൊ അവനിപ്പോ എന്താ ചെയ്യുന്നത്, നദിയുടെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് അവർ രണ്ടുപേരെ ഇരുത്തിയിട്ട് ഇവിടെ തന്നെ നിങ്ങൾ ഇരുന്നോണം, അടങ്ങിയിരിക്കണേ, ചേട്ടന് ചെറിയൊരു പരിപാടി ഉണ്ട് അവിടെ പോയിട്ട് വരാന്ന് പറയാണ്. ഈ സമയത്ത് അനിയത്തി പറയുകയാണ് എനിക്കറിയാം നിന്റെ പരിപാടി എന്തൊക്കെയാണെന്ന്, ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് ജയിക്കിന് കാര്യം മനസ്സിലായി, എളുപ്പത്തിലൊന്നും ഇവരങ്ങനെ ഒതുക്കാൻ പറ്റില്ല. ഇപ്പൊ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത്. പിന്നീട് അവന്റെ അനിയത്തി ചോദിക്കുകയാണ് ഒരു $60 ഇങ്ങ് തന്നെ. $60? 60 ഇല്ല, $40 തരാന്ന് പറഞ്ഞിട്ട് ജയിക്ക് ഇപ്പോ ആ ഒരു കാശ് എടുത്തിട്ട് അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ പോവാണ്. പോകുന്നതിന് മുന്നേ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞതോ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരിക്കണേ, ശ്രദ്ധിച്ചിരിക്കണേ, ഞങ്ങൾ അടങ്ങിയിരുന്നോളാം, നീ നിന്റെ കാര്യം നോക്കിയിട്ട് പോകുന്നപ്പോ അവന്റെ അനിയത്തി അനിയനും പറയാണ്. ഇതേ സമയം ലേക്ക് വിക്ടോറിയയില് ആ നദിയിൽ എന്താ സംഭവിക്കുന്നത്, എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയില്ല ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ വലിയ അപകടത്തെ. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് കുറച്ച് സയന്റിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. അവര് സ്വീകരിക്കാനായിട്ട് തന്നെ ജോലിയും എത്തിയിട്ടുണ്ട്. സയന്റിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വന്നത് 2 ദിവസം മുന്നേ ഇവിടെ നടന്ന ആ ഭൂകമ്പത്തിനെ കുറിച്ച് അന്വേഷിക്കാനായിരുന്നു. ഇതേ സമയം തന്നെ ആ ലേക്കിലേക്ക് ഇപ്പോൾ നമ്മുടെ നായകനായിട്ടുള്ള ജയ്ക്കും എത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡയറക്ടർ ഡെറിക്ക് അവിടെ അവന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, പുതിയ ലൊക്കേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെ. ഈ സമയത്താണ് ജയ്ക്കിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആകാൻ പോകുന്ന കെല്ലി അങ്ങോട്ടേക്ക് വരുന്നത്. കെല്ലി എന്താണ് പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നും ഇല്ലതാ ഈ ഡയറക്ടറിനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഡയറക്ടർ ഇപ്പൊ കെല്ലിയോട് ചോദിക്കുകയാണ് നീയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? അപ്പൊ അവളെയും കൂടെ കുറച്ച് വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ പറഞ്ഞത്. ഇപ്പൊ കെല്ലി ഇപ്പൊ അവരുടെ കൂടെ പോവാണ്. ഇതേ സമയത്ത് ജയ്ക്കിന്റെ അനിയത്തി അനിയൻ എന്താ ചെയ്യുന്നത്, വീട്ടിൽ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരത് ചെയ്തില്ല. അവര് മീനൊക്കെ പിടിച്ച് മടുത്തിട്ട് അവിടുത്തെ ചെറിയൊരു തോണിയുമായിട്ട് ആ നദിയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ജയ്ക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ ഡെറിക്കിനെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഇപ്പൊ ബോട്ടൊക്കെ നിർത്തിയിട്ട് അവിടുത്തെ കുറച്ച് വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെറിക്ക്. ഇതേ സമയത്ത് തന്നെ ഡെറിക്കിന്റെ ഒരു ഭാഗത്ത് കുറച്ച് മോഡൽസ്, അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കെല്ലിയും. ഇതെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്ന ജയ്ക്കിന്റെ കാര്യം പറയാനല്ലോ ചെറിയൊരു അസൂയ തോന്നിയാണ് ഈ ഡെറിക്കിനോട്. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു. അപ്പൊ ഈ ഒരു മോഡൽസിനെല്ലാം നദിയിലേക്ക് കുളിക്കാൻ വിടുകയാണ് ഡെറിക്ക്. ആ സമയത്ത് തന്നെ കെല്ലി ചെറിയൊരു ട്യൂബ് പോലുള്ള എന്തോ ഒരു വസ്തുവിൽ ആ നദിയുടെ മറ്റൊരു ഭാഗത്ത് പോയിട്ട് കുറച്ച് ബിയറെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഡെറിക്കിന്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നദിയിലേക്ക് കുളിക്കാൻ വിട്ടില്ലേ 2 മോഡൽസിനെ, അവരെ ഈ നദിയുടെ അടിയിലൂടെ കാണാനായിട്ട് തന്നെ ഈ ബോട്ടിന്റെ ഒരു ഭാഗത്ത് ചില്ല് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൂടെ അവർ കുളിക്കുന്നതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡെറിക്ക്. അപ്പൊ ഇതിനെല്ലാം നോക്കിയിരിക്കുന്നുണ്ട് ജയ്ക്കും. ഈ സമയത്താണ് ജയ്ക്കിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, അവന്റെ അമ്മയായിട്ടുള്ള ജോലി തന്നെയായിരുന്നു. അനിയത്തിയും അനിയനും എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവരടുത്ത് തന്നെ ഉണ്ട്, സേഫ് ആണെന്ന് പറയാണ്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ട്യൂബിൽ ഇരുന്ന് ഇങ്ങനെ ബിയർ കുടിച്ചുകൊണ്ടിരിക്കുന്ന കെല്ലിയെ ഈ ജയ്ക്ക് കാണുന്നില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കരുതി പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നീന്തി പോയി നോക്കുമ്പോൾ കാണുന്നത് അവള് ബോട്ടിലേക്ക് കയറിയിരുന്നു. അവൻ ചെറുതായിട്ടൊന്ന് ചമ്മി പോവുകയാണ്. ഇതേ സമയം ഈ ജയ്ക്കിന്റെ അനിയത്തി അനിയനും കൂടെ ഒരു ദ്വീപിലേക്ക് ചെന്ന് കയറിയിട്ടുണ്ട്. പക്ഷെ അവരെ കൂടെ കയറിയ സമയത്ത് അവിടെ ആ ചെറിയ തോണി ഉണ്ടല്ലോ അത് അവിടെ കെട്ടിയിടാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ അത് ഒഴുകി മുന്നോട്ടേക്ക് പോവാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ആ ഒരു ദ്വീപിലിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ബോട്ട് അതിലൂടെ പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ജയ്ക്കിന്റെ അനിയത്തി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒച്ചത്തിൽ വിളിക്കുകയാണ് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ബോട്ടിലുള്ളവർ ആ വിളിയൊന്നും കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ മറ്റു ചിലർ ആ വിളി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വെള്ളത്തിന്റെ ഇടയിലേക്ക് കാല് വന്ന് ആ വെള്ളത്തിന്റെ അനക്കൊക്കെ കേട്ടപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ പിരാന്യ മീനുകൾ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ജയ്ക്കിന്റെ അനിയത്തിയുടെ അടുത്തേക്ക്. പെട്ടെന്നാണ് ഈ ജയ്ക്കിന്റെ അനിയത്തിയുടെ കാല് ഒരു കല്ലിൽ തട്ടിയിട്ട് മുറിഞ്ഞ് ചോരാവുന്നത്. അവൾ പെട്ടെന്ന് തന്നെ വേദന കൊണ്ട് കരയിലേക്ക് കയറിയാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന പിരാന്യ മീനുകൾ ആ ഒരു ബ്ലഡ് ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ തിരിച്ചു പോവാണ്. ഇതേ സമയം നദിയുടെ ഒരു ഭാഗത്ത് ലേഡി പോലീസ് ആയിട്ടുള്ള ജോലി അങ്ങോട്ടേക്ക് വന്ന 3 സയന്റിസ്റ്റുകൾക്കും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് സയന്റിസ്റ്റുകൾ അവിടുത്തെ ഓരോ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയാണ്. സയന്റിസ്റ്റുകളായിട്ടുള്ള പ്രധാനിയായിട്ടുള്ള നൊവാക്ക് എന്നൊരു സയന്റിസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ജോലിക്ക്. അതായത് ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതയുള്ളതാണ്. അതായത് ഈ നമ്മളിപ്പോ കാണുന്ന ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ അത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ കുറച്ചും കൂടെ ആഴമേറിയ മറ്റൊരു ഭൂപ്രദേശമായിരുന്നു. പിന്നീട് എന്തൊക്കെയോ ഭൂമി കുലുക്കങ്ങളോ മറ്റുള്ള എന്തൊക്കെയോ കാരണത്താൽ ഇങ്ങോട്ടേക്ക് കുറെ മണ്ണ് വന്നടിഞ്ഞു മറ്റൊരു പ്രദേശമായി അല്ലെങ്കിൽ മറ്റൊരു ലാൻഡായി മാറുകയാണ്. അതായത് ഈ സ്ഥലത്തിന്റെ അടിഭാഗത്തായിട്ട് തന്നെ മറ്റൊരു പ്രദേശം കൂടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ നൊവാക്കിന്റെ കൂടെ വന്ന ബാക്കിയുള്ള 2 സയന്റിസ്റ്റുകൾ വെള്ളത്തിന്റെ അടിയിലേക്ക് പോവാണ്. ഒരു ലേഡിയും ഒരു ബോയ് ആയിരുന്നു. അത് നദിയുടെ അടിഭാഗത്തെത്തി. അപ്പൊ അവര് ഭൂമി വിണ്ട് കിടക്കുന്ന കണ്ടു. അപ്പൊ അതിലൂടെ ആ ഒരു ബോയ് പതിയെ അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. അതിന്റെ ഉള്ളിലേക്ക് പോയ സമയത്താണ് അയാൾക്കൊരു കാര്യം മനസ്സിലായത്. അതായത് മറ്റൊരു നദി തന്നെ അതിന്റെ അടിയിലുണ്ട്. പക്ഷെ അവിടെ അവൻ കണ്ടത് വളരെയധികം
വളരെയധികം ഭീതിജനകമായ ഒരു കാര്യമായിരുന്നു. അതായത് ഈ മുന്തിരിക്കൊല തൂങ്ങിക്കിടക്കുന്നത് പോലെ ഒരുപാട് ലക്ഷക്കണക്കിന് മുട്ടകൾ. ആ മുട്ടകൾ എന്തിന്റെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിരാനകളുടെ തന്നെ. ആ മുട്ടയിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിലേക്ക് ചെറിയൊരു കുട്ടി ഇപ്പൊ ആ ഒരു ബോയ് സയന്റിസ്റ്റ് കാണുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് മറ്റൊരു പിരാന വന്നിട്ട് അയാളുടെ കൈക്ക് കടിച്ചിട്ട് പെട്ടെന്ന് പോവാണ്. പക്ഷെ അയാൾക്ക് അത് എന്താണെന്ന് മനസ്സിലായ. ഇപ്പൊ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലെയർ ഗണ്ണ് പതുക്കെ ഓണാക്കി നോക്കുമ്പോ അയാൾ കാണുന്ന കാഴ്ച എന്താണെന്നോ, ആയിരക്കണക്കിന് പിരാനകൾ ഇയാളുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് ആ മീനുകൾ മുഴുവനായിട്ട് വന്ന് ഇയാൾ അറ്റാക്ക് ചെയ്യാണ്. അയാളെ രക്ഷിക്കാൻ വേണ്ടി മുകളിലുണ്ടായിരുന്ന ആ ഒരു ലേഡി സയന്റിസ്റ്റും വരികയാണ്. രണ്ടുപേരെയും ഈ പിരാന അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് താഴേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ദേഹത്ത് ഒരു ക്യാമറ വെച്ചിരുന്നു. അതിലൂടെ മുകളിലുണ്ടായിരുന്ന നൊവാക്ക് ഇതൊക്കെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അടിയിലേക്ക് പോയെങ്കിലും ആ ഒരു ലേഡി സയന്റിസ്റ്റിന് മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ തിരിച്ചു കൊണ്ടത് എങ്ങനത്തെ രൂപമായിരുന്നു? തൂങ്ങിക്കിടക്കുന്ന ഇറച്ചി കഷ്ണങ്ങളും, അതായത് ശരീരത്തിന്റെ പല ഭാഗത്തും ഇറച്ചിയില്ല, തീർന്നു കഴിഞ്ഞു. അവൾ മരിച്ചിട്ടുമുണ്ട്. ആ ഒരു ഡെഡ് ബോഡി മാത്രമാണ് നൊവാക്കിന് എടുക്കാൻ കഴിഞ്ഞത്. പക്ഷെ അവളുടെ ശരീരത്തിന്റെ ഇടയിലായിട്ട് ഒരു പിരാന മാത്രം കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ വളരെയധികം ഞെട്ടലോടുകൂടെ ജൂലിയും നൊവാക്കും നോക്കുകയാണ്. ഇത്രയും ഭീകരമായ കാര്യങ്ങൾ ഈ നദിയിൽ നടക്കുന്നുണ്ട് എന്നറിയാതെ ഒരു ഭാഗത്താണെങ്കിൽ ഒരുപാട് ആളുകൾ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്താണെങ്കിൽ ഡെറിക്കിന്റെ കൂടെ ജെയ്ക്ക് പോയിട്ടുണ്ട്, വിഷ്വലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്തോ ഈ ജെയ്ക്കിന്റെ അനിയത്തിയും അനിയനും വെറുതെ വെള്ളത്തിലൂടെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതേസമയം സയന്റിസ്റ്റ് ആയിട്ടുള്ള നൊവാക്കും അതുപോലെ തന്നെ പോലീസുകാരിയായിട്ടുള്ള ജൂലിയും കൂടെ ആ ഒരു പിരാനയും പിടിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത്, അതായത് മീനുകളെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന മറ്റൊരു സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇപ്പൊ ആ ഒരു സയന്റിസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഫിഷ് ടാങ്കിലേക്ക് ഈ മീനിനെ ഇടുകയാണ്. അതിനെ കണ്ട സമയത്ത് തന്നെ ഈ ആ സയന്റിസ്റ്റിന്റെ പേരാണ് കാൾ അങ്ങ് ഞെട്ടിപ്പോവാണ്. നിങ്ങൾ എന്താണ് ഈ കൊണ്ടുവന്നിട്ടുള്ളത്? ഇത് എവിടെ നിന്നാണ് നിങ്ങൾ കിട്ടിയത്? ഈ മീനിന്റെ പേരാണ് പിരാന. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന് കരുതിയ മീനുകളാണ് ഇവ. ഇപ്പൊ ഒരു കല്ലെടുത്തിട്ട് ഈ പിരാനയുടെ ഫോസിലൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം അത് നശിച്ചു കഴിഞ്ഞു എന്നാണ് ഇവരെല്ലാം വിശ്വസിച്ചിട്ടുള്ളത് സയന്റിസ്റ്റുകൾ. അതിന്റെ ഭീകരതയെ കാണിക്കാൻ വേണ്ടി കാള് പതിയെ ഒന്ന് വെള്ളത്തിലേക്ക് കൈയിട്ടതേ ഉള്ളൂ. അപ്പോഴേക്ക് അത് കടിക്കാൻ വേണ്ടിയിട്ട് വെറി പിടിച്ച രീതിയിൽ ആ മീൻ അങ്ങോട്ട് വരികയാണ്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാള് പറയാണ്, എവിടുന്നാണ് നിങ്ങൾക്ക് ഇതിന് കിട്ടിയത്? ഇപ്പൊ സയന്റിസ്റ്റ് ആയിട്ടുള്ള നൊവാക്ക് പറയുകയാണ്, ഇത് നദിയിൽ നിന്നല്ല, നദിയിൽ ചെറിയൊരു ഭൂകമ്പം നടന്നപ്പോൾ അതിന്റെ അടിയിലായിട്ട് മറ്റൊരു ലോകം, മറ്റൊരു നദി ഉണ്ടായിരുന്നു. അതിൽ നിന്നും പുറത്തേക്ക് വന്നതാണ് ഈ മീനുകൾ. എന്തായാലും വളരെയധികം സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. എന്നാലും ഇത്ര കോടി വർഷങ്ങൾ എങ്ങനെയാണ് ഇവറ്റകൾ അതിന്റെ അടിയിൽ ജീവിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും പരസ്പരം കടിച്ചു കയറി കൊന്നു തിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ജയിക്കിനെയും ഇതുകൊണ്ടിരിക്കുകയാണ്. ജയിക്ക് ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ദ്വീപില് രണ്ട് കുട്ടികൾ കൈകൾ ഇങ്ങനെ ഇട്ട് കാണിച്ച് രക്ഷിക്കണേ എന്ന് പറയുന്നത്. ജയിക്ക് ഇപ്പൊ സൂം ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന എന്താ, അവന്റെ അനിയനെ ആയിരുന്നു അത്. പെട്ടെന്ന് തന്നെ അവന് ഈ ഡെറിക്കിന്റെ അടുത്ത് പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അങ്ങോട്ട് പോകണം, എന്റെ അനിയനാണത്, അവരൊന്ന് രക്ഷിക്കണം. പക്ഷെ ഡെറിക്ക് അതിന് സമ്മതിച്ചില്ല. ഈ സമയത്താണ് ജയിക്ക് ഒരു കാര്യം പറയുന്നത്, എന്റെ അമ്മ എന്ന് പറയുന്നത് ഈ നാട്ടിലത്തെ പോലീസുകാരെയാണ്, നിങ്ങൾ ഈ കഞ്ചാവും ഇതുപോലെയുള്ള മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്തത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഈ ഡെറിക്കിന്റെ മൂക്കിലൊക്കെ ഈ മറ്റേ പൊടി വലിച്ചതിന്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പേടിച്ചു പോയിട്ട്, ഓ നിന്റെ അമ്മ പോലീസുകാരിയാണോ, നമുക്ക് ഇപ്പം തന്നെ പോയിട്ട് നിന്റെ അനിയനെ രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. ഇതേ സമയത്ത് തൊട്ടപ്പുറത്തെ ബോട്ടിൽ ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ബോട്ടിൽ റൈഡ് നടത്തിയില്ലേ. ഇപ്പൊ ആ പെൺകുട്ടി റൈഡൊക്കെ കഴിഞ്ഞ് ഏകദേശം വെള്ളത്തിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ സമയം വെള്ളത്തിലിറങ്ങി വന്ന ആ പെൺകുട്ടിയുടെ കാലിൽ പതിയെ പിരാനകൾ കൊത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആ പെൺകുട്ടി ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, രക്ഷിക്കണേന്ന്. പക്ഷെ കുറെ ദൂരെയായിട്ട് അപ്പുറത്തുണ്ടായിരുന്ന ആ ബോട്ടിലെ യുവാക്കൾക്ക് അത് മനസ്സിലായില്ല. കുറച്ചു നേരം കഴിഞ്ഞു, പിന്നെ അവരുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ബോട്ട് മുന്നിലേക്ക് പോകുമ്പോൾ പാരച്യൂട്ടിന്റെ ആ ഒരു ഫോഴ്സ് കൊണ്ട് ഈ പെൺകുട്ടി മുകളിലേക്ക് പൊന്തി വരുമല്ലോ. പക്ഷെ മുകളിലേക്ക് പൊന്തി വന്നത് ആ പെൺകുട്ടിയുടെ അരഭാഗം മാത്രമായിരുന്നു. അരയുടെ താഴോട്ട് ഒന്നും ഇല്ലായിരുന്നു, ഇറച്ചി കഷ്ണങ്ങൾ തൂങ്ങി കിടക്കുകയായിരുന്നു. ഇതേ സമയം തന്നെ ആ ലേക്ക് വിക്ടോറിയയിലേക്ക് പോലീസുകാർ, അതായത് ജൂലിയും കോൺസ്റ്റബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. എന്നിട്ട് കാര്യങ്ങൾ ഉറക്കനെ വിളിച്ചു പറയാണ്. പക്ഷെ അവിടെയുള്ള യുവാക്കളും യുവതികളൊക്കെ ഉണ്ടോ അത് ശ്രദ്ധിക്കുന്നു. പരമാവധി അവർക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ശ്രദ്ധിക്കുന്നില്ല. ഈ സമയത്ത് കോൺസ്റ്റബിൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് മുകളിലേക്ക് ഇട്ട് ഷൂട്ട് ചെയ്യാണ്. ഇപ്പൊ ആ ഒരു ശബ്ദത്തിൽ എല്ലാവരും ഒന്ന് സൈലന്റ് ആയപ്പോൾ കാര്യങ്ങൾ ഉറക്കനെ ഒരു മൈക്കിലൂടെ വിളിച്ചു പറയുകയാണ്, എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ നദിയിൽ നിന്ന് കരയിലേക്ക് കയറാൻ വലിയ എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് യുവാക്കളും യുവതികളൊക്കെ അതിനെ തള്ളിക്കളയുകയാണ്. നിങ്ങളൊന്ന് പോ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് അവരെ പുച്ഛിക്കുകയാണ്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ജെയ്ക്കും ഡ്രേക്കും കൂടെ അവരുടെ ആ ഒരു ബോട്ടുമായിട്ട് അവർ ദ്വീപിലേക്ക് പോയിട്ടുണ്ട്, അനിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരെയും ബോട്ടിലേക്ക് കയറ്റുകയാണ്. ബോട്ടിലേക്ക് കയറിയ സമയത്ത് ഈ ജെയ്ക്കിന്റെ അനിയനും അനിയത്തി നേരെ പോയത് ആ ബോട്ടിന്റെ അടിഭാഗത്തുള്ള ഗ്ലാസ് പോലെയുള്ള ആ ഒരു ഭാഗത്തില്ല, അതായത് കടലിന്റെ അടിയിൽ വിഷ്വൽസ് ഒക്കെ കാണാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള അതിലൂടെ അവരിങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് വളരെയധികം ഭീകര രൂപികളായിട്ടുള്ള ഈ മീനുകളെ ഇവർ രണ്ടുപേരും, ഈ ചെറിയ കുട്ടികൾ കാണുകയാണ്. ഇതേ സമയത്ത് ആ ദ്വീപിനോട് അടുത്തത് കൊണ്ട് തന്നെ അതിന്റെ അടിയിലുണ്ടായിരുന്ന കല്ലുകൾ ഇപ്പൊ ആ ബോട്ട് കുടുങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് ഡെറിക്കിന് നല്ല ദേഷ്യം വരികയാണ്. അവൻ ജയിക്കുന്ന ഒരുപാട് ചീത്ത പറയാണ്, നീ കാരണമാണ് ഇത് സംഭവിച്ചത്, അതാണ് ഇതാണ്, ഇപ്പൊ ഞാൻ തന്നെ ബോട്ട് തിരിച്ചോളെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവിടെ നിന്നും ബോട്ടിനെ റിവേഴ്സ് എടുക്കാൻ നോക്കുകയാണ്. ഇതേ സമയം ആ നദിയിലുള്ള ഓരോരുത്തരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂലിയും കോൺസ്റ്റബിളും. പക്ഷെ ആരും, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു,
പറഞ്ഞല്ലോ, ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ഈ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വാട്ടർ ട്യൂബിൽ ഇങ്ങനെ ഇരിക്കുന്ന പെൺകുട്ടിയുടെ അടിഭാഗത്തായിട്ട് എന്തോ കടിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. അവളിങ്ങനെ ഉറക്കനെ അലറാൻ തുടങ്ങി. കുറച്ച് നേരം കൊണ്ട് തന്നെ അവളെ എന്തോ പിടിച്ച് താഴേക്ക് അങ്ങ് വലിക്കുകയാണ്. അവിടെയുള്ള ആ ഒരു നദിയുടെ കളറാകെ അങ്ങ് മാറിപ്പോവാണ്, ചുവന്ന നിറത്തിലാവുകയാണ്. അങ്ങോട്ടേക്ക് പിരാന മീനുകൾ പാഞ്ഞെത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നടന്ന കാര്യമൊന്നും പറയണ്ട. അതായത് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവർക്കാലേക്ക് എത്രയോ ഇരട്ടി മീനുകളാണ് അങ്ങോട്ടേക്ക് വന്നത്. ചോര കളായി മാറുകയായിരുന്നു ആ നദിയുടെ ആ ഒരു ഭാഗം. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഓരോരുത്തരും ചാടി കരയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ബോട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കയറി വരുന്നത് അവരുടെ പകുതി മാത്രമായിരിക്കും. കാലിന്റെ അടിഭാഗത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, ഇറച്ചിയൊന്നും ഉണ്ടാവില്ല, വെറും എല്ലുകൾ മാത്രമായിട്ട് കയറി വരുന്ന ഓരോരുത്തർ. കുറെ പേരൊക്കെ ഈ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ തന്നെ വെച്ചിട്ടുള്ള കുറെ കമ്പിയുടെ മുകളിലേക്ക് ചാടി കയറുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേര് കയറുമ്പോൾ അതൊക്കെ അങ്ങ് മറിഞ്ഞ് വീഴുകയാണ്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, നിമിഷ നേരം കൊണ്ട് തന്നെ ഇറച്ചി പോലും ഇല്ലാതെ വെറും എല്ല് മാത്രമായി മാറുകയാണ് ഓരോരുത്തർ. പറയാന്ന് പറഞ്ഞിട്ട് പല ഭാഗത്തേക്കും പലരും എന്തൊക്കെയോ കാട്ടി ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് വെച്ച് ജൂലി ഇപ്പോൾ ഒരുപാട് പേരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റബിളും ആ ഒരു സയന്റിസ്റ്റും അവരവരുടെ കൈകളിലെ ഗണ്ണ് ഉപയോഗിച്ചിട്ട് പരമാവധി ഓരോ മീനുകളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. സയന്റിസ്റ്റ് ആയിട്ടുള്ള നൊവാക്കിന്റെ കയ്യിൽ ചെറിയൊരു ഇലക്ട്രിക്കൽ ഗൺ ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിട്ടും കുറെ മീനുകളൊക്കെ കൊല്ലുന്നുണ്ട്. പക്ഷെ ഇവരെ കൊണ്ടൊക്കെ തീർന്ന പണിയാണോ ഇത്? ഇത് മാത്രമല്ല, പലരും രക്ഷപ്പെട്ട് ഓടുന്നതിന്റെ ഇടയിൽ കുറെ ബോട്ടുകൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും ക്രാഷ് ആയിട്ട് അതിനിടയിൽപ്പെട്ട് വളരെയധികം ക്രൂരമായിട്ട് തന്നെ ഓരോരുത്തരും മരണപ്പെട്ടു പോവുകയാണ്. തലയെല്ലാം ഇടിച്ച് ചതഞ്ഞരഞ്ഞ് തെറിച്ച് അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിക്കുകയാണ്. ഈ സമയത്ത് മരണഭീതിയിൽ ഒരു യുവാവ് അവിടെ ഉണ്ടായിരുന്ന സ്പീഡ് ബോട്ട് ഓണാക്കിയിട്ട് അത് ആ വെള്ളത്തിലുണ്ടായിരുന്ന ഓരോ മനുഷ്യരുടെയും ദേഹത്തേക്ക് കൂടി കയറ്റി പോവുകയാണ്. അതിന്റെ പ്രൊപ്പല്ലർ ആ ഒരു ഫാന് തട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ചതഞ്ഞരഞ്ഞു പോകുന്നുണ്ട്. അവനതൊന്നും കാര്യമാക്കുന്നില്ല. അവൻ അവരുടെ മുകളിലൂടെ ആ ഒരു ബോട്ട് ഓടിച്ചു പോവാണ്. പക്ഷെ ഒരു ഭാഗത്ത് വെച്ച് നീ മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടണമെന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ആ ഒരു ബോട്ട് മറിച്ചിടാണ്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ജയ്ക്കും ഡെറിക്കിന്റെ ആ ഒരു ബോട്ട് ഒരു കല്ലിൽ പോയി കുടുങ്ങിയിട്ടുണ്ടല്ലോ. അതിനിപ്പോ ഞാൻ തന്നെ ഇത് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് റിവേഴ്സ് എടുത്ത സമയത്ത് അത് മറ്റൊരു കല്ലിൽ ചെന്ന് ഇടിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ബോട്ടിന്റെ അടിഭാഗത്ത് ഉണ്ടായിരുന്ന ആ ചില്ല് പോലെയുള്ള ഭാഗം തകർന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് ശക്തിയായിട്ട് വെള്ളം കയറാൻ തുടങ്ങി. മാത്രമല്ല അതിലൂടെ പിരാനുകളും മുകളിലേക്ക് വരികയാണ്. പിന്നീട് ആ ബോട്ടിന്റെ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ ഒരു മോഡലും അതിന്റെ കൂടെ തന്നെ ഈ ഡെറിക്കും ആ വെള്ളത്തിലേക്ക് അങ്ങ് വീഴുകയാണ്. ആ മോഡലിനെ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ ഈ മീനുകൾ കടിച്ച് കൊന്നു തിന്നുകയാണ്. ഈ ഡെറിക്കിനെയും ചെറുതായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഡെറിക്ക് നോക്കി കാണുന്ന എന്താ, ആ മോഡലിന്റെ വായി പൊളന്നു പോയിട്ട് അതിന്റെ ഉള്ളിലൂടെ ഒരു പിരാന പുറത്തേക്ക് വരുന്നു. ഇപ്പൊ ബോട്ടിൽ ഉണ്ടായിരുന്ന ഈ ജയ്ക്കിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഡാനി എന്ന് പറഞ്ഞ മോഡലിനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജയ്ക്ക് ഇപ്പൊ അവന്റെ അനിയത്തെയും അനിയനെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഈ മോഡൽ അതായത് ഡാനിയും ജയ്ക്കും കൂടെ വെള്ളത്തിൽ വീണെടുത്ത ഡെറിക്കിനെയും എങ്ങനെയൊക്കെയോ മുകളിലേക്ക് ഉയർത്തുകയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഡെറിക്കിന്റെ കാലിന്റെ അടിഭാഗം ഒന്നുമില്ല, അദ്ദേഹത്തിന്റെ ഒരുപാട് ഭാഗത്ത് ഇറച്ചിയില്ല. മാത്രമല്ല കരയുടെ അതായത് ഈ ബോട്ടിലേക്ക് വലിച്ചെടുത്തപ്പോഴും അവന്റെ ദേഹത്ത് ഒരുപാട് പിരാന മീനുകൾ കടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ജയ്ക്കിന് ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് കെല്ലി ഈ ബോട്ടിന്റെ രണ്ടാമത്തെ അതായത് അടിയിലെ നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് അവളെ രക്ഷിക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. കാരണം അങ്ങോട്ടേക്ക് വെള്ളം കയറിയിട്ടുണ്ട്, ആ വെള്ളത്തിലൊക്കെ പിരാനുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു ഭാഗത്തായിട്ട് കയറി നിൽക്കുകയാണ് കെല്ലി, പേടിച്ച് ഭയന്നുകൊണ്ട് തന്നെ. കെല്ലി നിൽക്കുന്ന ആ മുറിയുടെ മുകൾ ഭാഗത്തായിട്ട് ചില്ലുകൊണ്ടുള്ള ചെറിയൊരു വിൻഡോ ഉണ്ട്. അതിലൂടെ വന്നിട്ട് ജയ്ക്ക് ഇപ്പൊ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അവിടേക്ക് വന്ന വിനോദസഞ്ചാരികൾ മുഴുവനായിട്ടും ആ ഒരു മീനുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി അങ്ങോട്ടേക്ക് റെസ്ക്യൂ ടീം എത്തിയിട്ടുണ്ട്, ഓരോരുത്തരെയും രക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ നദിയിൽ നിന്നും എടുത്തുകൊണ്ടിരുന്ന ശവശരീരങ്ങൾ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന ഓരോ ദേഹങ്ങൾ എങ്ങനെയാണ് ഉള്ളത്? ചോര വാർന്നൊലിച്ച്, കാലില്ല, കൈയില്ല, വയറില്ല, അങ്ങനെ പല കോലത്തില് രക്തക്കളം തന്നെയാണ് അവിടെ. അതിൽ തന്നെ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങോട്ടേക്ക് റെസ്ക്യൂവിനെത്തിയ രണ്ടാൾക്കാർ വെള്ളത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ രക്ഷിച്ച്, അതായത് ഒരാൾ കാലിലും പിടിച്ചിട്ടുണ്ട്, ഒരാൾ കൈയുടെ ഭാഗത്തും പിടിച്ചിട്ടുണ്ട്. അവർ കരയിലേക്ക് വരുമ്പോൾ അവർ പിടിച്ചുകൊണ്ട് വന്ന ആ പെൺകുട്ടിയുടെ ആ ദേഹം ഉണ്ടല്ലോ, അത് രണ്ടായിട്ട് അങ്ങ് മുറിഞ്ഞു പോവാണ്. കാരണം അത്രത്തോളം ഇറച്ചി അവിടെ നിന്ന് നഷ്ടമായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ലേഡി പോലീസ് ആയിട്ടുള്ള ജൂലിക്ക് ഒരു കോൾ വരികയാണ്. വിളിച്ചത് മറ്റാരുമല്ല, ജയ്ക്ക് തന്നെയായിരുന്നു. സമയത്ത് തന്നെ ജയ്ക്ക് സോറി പറയുകയാണ്, ഞങ്ങൾ വലിയൊരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്, നദിയുടെ ഒരു ഭാഗത്താണ്. അപ്പൊ ഈ ജൂലി ചോദിക്കുകയാണ്, നിന്റെ അനിയത്തി അനിയനെ അവിടെ? അവരും തന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ജയ്ക്ക് പറയാണ്. ഇപ്പൊ ജൂലി പറയാണ്, അവരുടെ അമ്മ പറയാണ്, ഞാൻ പറഞ്ഞല്ല നിങ്ങൾ തടങ്ങിയിരിക്കണമെന്ന്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഈ ജൂലി പറയുകയാണ്, എന്ത് തന്നെ സംഭവിച്ചാലും ശരി വെള്ളത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാൻ പാടില്ല, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. പെട്ടെന്ന് തന്നെ ജൂലി അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഈ പൊന്തി നിൽക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതിലെല്ലാം ചവിട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലേക്ക് എടുത്ത് ചാടുകയാണ്. അപ്പൊ ആ ഒരു ബോട്ട് എടുത്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് തന്നെ സയന്റിസ്റ്റ് ആയിട്ടുള്ള നൊവാക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാനും നിന്റെ കൂടെ വരാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാണ്. ഇതേ സമയം തന്നെ ജയ്ക്കും മോഡലായിട്ടുള്ള ഡാനി, ജയ്ക്കിന്റെ അനിയത്തിയും അനിയനും ആ ബോട്ടിന്റെ മുകളിലുണ്ട്. ബോട്ടിന്റെ അടിഭാഗത്തായിട്ട് കെല്ലിയുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇപ്പോൾ അവന്റെ അമ്മയും അതുപോലെ തന്നെ സയന്റിസ്റ്റ് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു ബോട്ടിൽ നിന്നും വലിയൊരു കയർ എടുത്തിട്ട് ഇവരുടെ ആ ഒരു വലിയ
ബോട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. കാരണം അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല, കുറെ കല്ലുകളൊക്കെ ആയിട്ട് അവിടെ ആകെ ചെറിയൊരു ബോട്ടിന് അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു കയറിട്ടിട്ട് എന്താ പറയാ ഒരു റോപ്പ് പോലെ കിട്ടുകയാണ്. അതിലൂടെ ഇപ്പോൾ ഈ ജേക്കിന്റെ അമ്മയായിട്ടുള്ള ജോലി അതിലൂടെ ആ ബോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷിക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ ജേക്ക് പറയുകയാണ്, ഇല്ല ഇല്ല എനിക്കിപ്പോ വരാൻ പറ്റില്ല, കാരണം ബോട്ടിന്റെ അടിഭാഗത്തായിട്ട് കെല്ലി കൊടുങ്ങി കിടക്കുന്നുണ്ട്, അവളെ കൂടെ രക്ഷിക്കാതെ ഞാൻ വരില്ല എന്ന് വാശി പിടിക്കണം അവൻ. ഇപ്പൊ കെല്ലിയെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഈ ജോലി നോക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല. വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കടിച്ചു കൊന്നാള്. കാരണം ആ ബോട്ടിന് ചുറ്റുമായിട്ട് മേലോട്ടേക്ക് നോക്കി കാത്തിരിക്കുകയാണ് ആ പിരാനകള്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ആദ്യം കുട്ടികളെയും ഈ ഡാനി അപ്പുറത്തേക്ക് എത്തിക്കാന്ന് ഇപ്പൊ ജോലി പറയുകയാണ്. അങ്ങനെ ഇപ്പൊ ആ കയറ് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഏറ്റവും മുന്നിലായിട്ട് ഡാനി പോകുന്നുണ്ട്, പിന്നാലായിട്ട് 2 കുട്ടികളെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ആ റോപ്പിലൂടെ ആ ചെറിയ ബോട്ടിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡാനിയുടെ വെയിറ്റ് കൊണ്ട് റോപ്പ് താന്നു പോവുകയാണ്. അതായത് വെള്ളത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലുണ്ടായിരുന്ന പിരാനകൾ ചാടി ചാടി കടിക്കുകയാണ് ഈ ഡാനിയെ. ഒരു സമയത്ത് അവളുടെ ശരീരത്തിൽ ഒരുപാട് ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു, വേദന സഹിക്കാൻ കഴിയാതെ പിടി വിട്ടുപോവുകയാണ്. ഡാനിയെ പിന്നീട് മുഴുവനായിട്ട് തന്നെ ആ പിരാനകൾ തിന്നു തീർക്കുകയാണ്. ഇതേ സമയത്ത് 2 കുട്ടികളും അവരുടെ അമ്മയായിട്ടുള്ള ആ ഷെരീഫ് അതായത് ജോലിയും കൂടെ ആ കയറിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 കുട്ടികൾ ആ ചെറിയ ബോട്ടിലേക്ക് കയറി. പക്ഷെ അപ്പോഴേക്കും ആ കയറ് ലൂസ് ആയിരുന്നു, അത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. ജേക്കിന്റെ അമ്മ അതായത് ജോലിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് വിചാരിക്കുന്ന സമയത്ത് നോവാക്ക് ആ സയന്റിസ്റ്റ് ബോട്ട് കുറച്ച് മുന്നോട്ടേക്ക് അങ്ങ് എടുക്കുകയാണ്. അതോടെ ആ കയർ ഒന്നുകൂടെ അങ്ങ് ടൈറ്റായി. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു കയറും ജോലിയും മുകളിലേക്ക് പൊന്തി വരികയാണ്. ചെറിയൊരു ഗ്യാപ്പ് കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ജോലിയും ആ ചെറിയ ബോട്ടിലേക്ക് കയറുകയാണ്. അതിലൂടെ തന്നെ വേഗം വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജെയ്ക്കിന്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ജെയ്ക്ക് അത് കേൾക്കാൻ തയ്യാറായില്ല. കെല്ലിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് തന്നെയായിരുന്നു അവൻ തീരുമാനിച്ചത്. ഈ സമയത്താണ് ജെയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് നേരത്തെ ഈ പിരാനകൾ അറ്റാക്ക് ചെയ്ത് മുകളിലേക്ക് അവർ രക്ഷിച്ചു കൊണ്ടുവന്ന ഡെറിക്ക് ഏകദേശം മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചെറിയൊരു ഐഡിയ തോന്നിയാണ് ജെയ്ക്കിന്. അതായത് ഈ ഡെറിക്കിന്റെ ശരീരത്തിൽ ഇറച്ചി പൂർണ്ണമായിട്ട് തീർന്നില്ല, മാത്രമല്ല ശരീരത്തിൽ നിന്ന് നന്നായിട്ട് രക്തം ഒഴുകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഡെറിക്കിന്റെ ആ ഒരു ബോഡി എടുത്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ജെയ്ക്ക്. എന്നിട്ട് അവന്റെ അമ്മയായിട്ടുള്ള ജോലി എടുത്ത് കാര്യം പറയുകയാണ്, ചെറിയൊരു വാക്കി ടോക്കി എനിക്ക് തരണം, ഈ കയറുമായിട്ട് ഞാൻ ബോട്ടിന്റെ അടിയിലേക്ക് പോവുകയാണ്, ഞാൻ വാക്കി ടോക്കിയിലൂടെ നിർദ്ദേശം നൽകുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബോട്ടുമായിട്ട് മുന്നോട്ടേക്ക് പോകണം, ഞങ്ങൾ ആ കയറ് അരയിൽ കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാന്ന് ഇവര് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ജെയ്ക്കിന് ഒരു വാക്കി ടോക്കി ഇട്ട് കൊടുക്കുകയാണ്. ആ വാക്കി ടോക്കിയും പിന്നെ ആ കയറിന്റെ ഒരു ഭാഗം ആ വലിയ ബോട്ടിൽ നിന്ന് അഴിച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. കാരണം ഇപ്പൊ പിരാനി മീനുകൾ അവിടെ ഇല്ല, അവറ്റകൾ ഇപ്പോൾ ഡെറിക്കിന്റെ ശരീരം തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഈ ജെയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന കെല്ലിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, അവളെ രക്ഷിക്കുകയാണ്. അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗ്യാസിന്റെ 2-3 സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു, അതും തുറന്നു വിടുകയാണ്. പിന്നീട് കെല്ലിയും അതുപോലെ തന്നെ ജെയ്ക്കും ആ കയറിന്റെ അറ്റത്തായിട്ട് അവർ രണ്ടുപേരും അങ്ങ് കെട്ടിവെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു ഫ്ലെയർ ഓൺ ആക്കി വിടുകയാണ്. അത് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് തന്നെ കത്തും. പക്ഷെ അത് വെള്ളത്തിന്റെ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്യാസ് ഇങ്ങനെ ആകെ നിറഞ്ഞെടുക്കുകയാണല്ലോ, അതിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ബ്ലാസ്റ്റ് തന്നെ നടക്കും. അപ്പൊ അവരെല്ലാം ഓക്കെ ആയ സമയത്ത് ആ വാക്കി ടോക്കിയിലൂടെ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. പക്ഷെ അവർ വിളിച്ചു പറഞ്ഞിട്ടും ഈ കയറ് വലിയുന്നില്ല, ബോട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല. ഇവരെന്താണെന്ന് വിചാരിക്കുന്ന സമയത്താണ് മേലെ മറ്റൊരു കാര്യം സംഭവിച്ചത്. അതായത് ആ ബോട്ടിന് ചെറിയൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ മോട്ടർ ഓൺ ആവുന്നില്ല. വെള്ളത്തിന്റെ അടിയിലുള്ള ജെയ്ക്കും കെല്ലിയും ആകെ കൂടിയിരിക്കുകയാണ്. അതായത് കുറച്ച് നേരത്തിന്റെ ഉള്ളിൽ പിരാനകൾ ഇങ്ങോട്ടേക്ക് വരും. മാത്രമല്ല ഈ ഒരു ഫ്ലെയർ മുകളിലേക്ക് പൊന്തിയിട്ട് ഗ്യാസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു ബ്ലാസ്റ്റ് നടക്കും. 2 അപകടങ്ങളാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ ഒരു ബോട്ട് സ്റ്റാർട്ട് ആകുകയാണ്. സയന്റിസ്റ്റ് ആയിട്ടുള്ള നോവാക്ക് ആ ബോട്ടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കയറ് വലിയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പിരാന മീനുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെയധികം സ്പീഡിൽ തന്നെ വെള്ളത്തിന്റെ അടിയിലൂടെ ആ കയറിന്റെ അറ്റത്ത് കിട്ടുന്നിരുന്ന ജെയ്ക്കും കെല്ലി ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് വെള്ളത്തിന്റെ അടിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫ്ലെയർ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. എയറിൽ തട്ടി. എയറിൽ എന്താണുള്ളത്? ഗ്യാസ്. ആ ബോട്ട് അടക്കം അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിരാന മീനുകളും ആ ഒരു ബ്ലാസ്റ്റിൽ പൊട്ടിച്ചെതറി പോവുകയാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ ബോട്ടിന്റെ മുകളിലേക്ക് ജെയ്ക്കിനെയും കെല്ലിയും അവർ വലിച്ച് കയറ്റുകയാണ്. അങ്ങനെ തൽക്കാലത്തേക്ക് ഇവരെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമ്പോൾ ജോലിക്ക് ഒരു കോള് വരികയാണ്. വിളിച്ചത് മറ്റാരുമല്ല, ആ മീനുകളെ കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന ആ സയന്റിസ്റ്റ് ഉണ്ടല്ലോ, കാളായിരുന്നു വിളിച്ചത്. അയാൾ വിളിച്ചിട്ട് പറയുകയാണ്, നമ്മളെല്ലാവരും വലിയൊരു അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്, ഇനിയൊരു രക്ഷയില്ല. ഈ സമയത്ത് പോലീസുകാരിയായിട്ടുള്ള ജോലി വളരെയധികം നിസ്സാരമായിട്ട് തന്നെ പറയാണ്, വലിയ പ്രശ്നം, അതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങ് തീർക്കാം, ഇപ്പൊ തന്നെ വലിയൊരു കൂട്ടത്തെ തന്നെ നമ്മൾ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. ഈ സമയത്താണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടെ കാള് പറയുന്നത്. അതായത് ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അവറ്റകളെ വെറും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ചെറിയ കുട്ടികളായിട്ടുള്ള പിരാനകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നേരത്തെ ഇവരൊരു പിരാനയെ ഈ കാലിന് കൊണ്ടേ കൊടുത്തല്ലോ, അതിനെ ഒബ്സർവ് ചെയ്തതിലൂടെ കാലിന് മനസ്സിലായ കാര്യമാണ്. അപ്പോ ഇവറ്റകളുടെ തള്ളയും തന്തയും ആ മീനുകൾ ഇവരെക്കാട്ടി എത്രയോ വലുപ്പം ഉണ്ടാവും. അവറ്റകൾ എങ്ങാനും ആ ഒരു വിള്ളലിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് കാളിങ്ങനെ പറയുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സയന്റിസ്റ്റ് ആയിട്ടുള്ള നൊവാക്ക് പറയുകയാണ്, വലിയ പിരാനകളോ, ഹേ അതൊന്നും ഉണ്ടാവില്ല എന്നവൻ പറയുന്ന അതേ നിമിഷം തന്നെ ആ നദിയിൽ നിന്ന് വലിയൊരു പിരാന വന്നിട്ട് നൊവാക്കിനെയും കടിച്ചെടുത്തുകൊണ്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് പോവാണ്. ഇവിടെ ഈ പടം തീരുകയാണ്. പിരാന സിനിമകൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, അതായത് ഇതിനൊരു എൻഡില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക, വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല കഥകൾ
കേൾക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന്